യാത്രകളിലൂടെ എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ? നിങ്ങളൊരു നാച്ചുറോപ്പതി ഡോക്ടറായതുകൊണ്ട് ചോദിക്കുകയാണ്. യാത്രകളിലൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? യാത്ര ഞാൻ എൻ്റെ ആദ്യത്തെ മീൻസ് ഒരു എൻ്റർടൈനിങ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത യാത്ര 2021 ജാൻ 1 നിങ്ങളൊക്കെ പോകുന്ന കണ്ടിട്ട് നമ്മളൊരു റോഡ് ട്രിപ്പ് പോയിരുന്നു. ഇന്ത്യയിലെ ഒരു 20 സ്റ്റേറ്റിൽ 42 ദിവസം നമ്മൾ നമ്മുടെ കാറിൽ ഈ പെട്രോൾ പമ്പിലൊക്കെ കിടന്ന് ഒരു ദിവസം ഒരു ഹോട്ടൽ റൂം എടുക്കാതെ പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ച് കിടന്നിട്ടാണ് 42 ദിവസം ഞങ്ങൾ യാത്ര ചെയ്തത്. അപ്പോൾ അതാണ് അവിടെ മുതലാണ് യാത്രകൾ നമുക്ക് തരുന്ന ഒരു പാഠം നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. കൾച്ചറലി ഡിഫറെൻ്റ് ആണല്ലോ. എല്ലാ കൾച്ചറും നമ്മളെ എപ്പോഴും എല്ലാ സംസ്കാരങ്ങളും നമ്മളെ കൂടുതൽ പഠിപ്പിക്കുന്നതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യക്കുള്ളിൽ കറക്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ 20 സ്റ്റേറ്റിൽ പോയി നമ്മൾ തിരിച്ച് നമ്മളോട് ചോദിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് എന്നുള്ളതാണ്. പക്ഷേ ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്ക് പറയാൻ പറ്റുന്നില്ല, സത്യസന്ധമായിട്ട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ലോകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് എല്ലാ മനുഷ്യരും ഒരുപോലെ വന്ന് തറ തുടയ്ക്കുകയും ഫുഡ് വിളമ്പിത്തരികയും അതിൽ IPS IAS ചുമട്ട് തൊഴിലാളിയും ഡ്രൈവർമാരും എല്ലാ മന്ത്രിമാരും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് നമ്മൾ ഈ പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ അല്ലേ. അവിടെ പോയാൽ നമുക്ക് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും എല്ലാ ജോലികളും ചെയ്യുന്നത് കാണാൻ പറ്റും. അതൊക്കെ ലോകത്തിൽ വേറെ എവിടെയെങ്കിലും അങ്ങനെ നടക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. 24 മണിക്കൂർ നടക്കുന്ന ഭക്ഷണവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂണിറ്റിയുടെ, അതിന് പല തലങ്ങളും ഉണ്ടാവും, പക്ഷേ അങ്ങനെയുള്ള ഒരു ഐക്യത്തിൻ്റെത് കണ്ടു. അപ്പോൾ ഇവിടുന്നൊക്കെ നമ്മളുടെ ലൈഫിൽ പഠിക്കുന്ന പാഠം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്നൊക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലും കൊണ്ടുവരാനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിച്ചത്. ആ ഒരു ബോണ്ടിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്, നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴാണ് ഓരോ രീതിയിലാണ് നമ്മൾ കൾച്ചറിൽ. ഇപ്പം നമ്മൾ നേപ്പാളിൽ പോകുമ്പോൾ നേപ്പാളിൽ ഏത് രാത്രിയിൽ പോയാലും, ഇപ്പം ഞാനൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ് പോകുന്നത്, ഏത് രാത്രിയിൽ പോയാലും ആദ്യമായിട്ടാണ് നമ്മൾ ആ വീട്ടിൽ പോകുന്നതെങ്കിൽ അവർ നമ്മളോട് കാണിക്കുന്ന ചില ആതിഥ്യ മര്യാദകളുണ്ട്. അവർ വരുന്നു, അവർ ദീപം ഒഴിയുന്നു, അവർ നമുക്ക് ടിക്ക തൊട്ട് തരുന്നു. അപ്പോൾ അതൊരു ഹോസ്റ്റിങ്ങിൽ നമുക്ക് ഒത്തിരി ഹെൽപ്പായ കാര്യമാണ്. ആത്മയിൽ ഞാൻ എൻ്റെ കൂടെയുള്ള സ്റ്റാഫിനോട് നമ്മളുടെ അവിടെ ഗസ്റ്റിനെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് നേപ്പാളിലെ ആ ഹോസ്റ്റിംഗ് കൾച്ചർ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ ഗോൾഡൻ ടെമ്പിളിൽ നമുക്ക് കാണാൻ പറ്റുന്ന യൂണിറ്റി അല്ലെങ്കിൽ ആ ബോണ്ടിങ് എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തിനെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ നല്ലത് മോശമുണ്ടല്ലോ. ഇപ്പം നമ്മൾ സൗത്ത് അമേരിക്കയിലേക്ക് പോകുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ നമുക്കൊരിക്കലും അനുഭവിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. സോ അങ്ങനെ നല്ലത് മോശവുമായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ ഇപ്പോഴുള്ള ഈ സംരംഭ ജീവിതത്തിലോ അല്ലെങ്കിൽ ഈ ഒരു ഡോക്ടർ എന്നുള്ള ജീവിതത്തിലോ വല്ലാതെ സ്വാധീനിക്കുന്ന ഓരോ മൊമെൻറ്റിലും യാത്രകൾ നമുക്ക്. പിന്നെ എനിക്ക് ഏറ്റവും നല്ല സൗഹൃദങ്ങൾ തന്നത് യാത്രയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഏറ്റവും ഭംഗിയുള്ള സൗഹൃദങ്ങൾ തന്നതും യാത്രയാണ്. സോ യാത്രകളാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം.